നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എപ്പോസസ് 2:2 വെച്ച് ബന്ധിക്കും. എന്തുകൊണ്ടാണ്? പ്രിൻസ് ഓഫ് എയർ ശക്തിയാണെങ്കിൽ അനുസരണയില്ലാത്ത ജനമായിരിക്കും അവിടെ പല സ്ഥലങ്ങളിലും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഹോസിയ 5:4 സ്പിരിറ്റ് ഉണ്ടാവും. എന്താണ്? വ്യഭിചാരത്തിന്റെ അരുവി. അപ്പൊ എല്ലാം വ്യഭിചാരമായിരിക്കും. ഏത് ക്ലബ് നോക്കിയാലും ഏത് സ്ഥലത്ത് നോക്കിയാലും ലോകം മുഴുവൻ പോയിട്ടുള്ളവരൊക്കെ ഇല്ലേ? പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഇല്ലേ? ഓരോ സ്ഥലത്ത് ഏതെല്ലാം സാധനങ്ങളാണ് കിടന്ന് കളിക്കണം. കാര്യം ഇതാണ് കാര്യം. ലോകത്തിന് മന്ത്രവാദത്തിന് ശക്തി ഒരു സ്ഥലത്ത് ചെന്ന ആഫ്രിക്കയിൽ കേട്ടോ. ആഫ്രിക്കയിൽ ഇമാഞ്ചലൈസേഷൻ ആണെങ്കിൽ ഡെലിവറൻസ് ഗിഫ്റ്റ് ശക്തിയായി ഉണ്ടാകണം. അല്ലാതെ പോയാൽ നിങ്ങളെയും കൊണ്ട് മറ്റോ തോണ്ടിക്കൊണ്ടുപോകും. കാര്യം 2-3 പേർ ഒന്നിച്ചേ പോകാൻ പാടുള്ളൂ. ഇതിലെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈജിപ്തിൽ ചെന്ന മ്ലേച്ഛ വസ്തുക്കൾ അധികമായിരിക്കും. മ്ലേച്ഛ വസ്തു വെച്ചുകൊണ്ടിരുന്നാലോ നിയമാവർത്തനം 7:25-26 വാക്യം വായിച്ചാലറിയാം. ജോഷുവ 7:10-15 വചനം. മ്ലേച്ഛ വസ്തുക്കളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയണം. ദേവന്മാരുടെ പേര് പോലും പറഞ്ഞുകൂടെന്നാണ് നിയമാവർത്തനം 12:29-32 വചനം. ഓരോ പേരുകളുണ്ടല്ലോ ദേവന്മാരുടെ, അതുകൂടി പറയാൻ പാടില്ല. അന്യദേവന്മാരുടെ അവരാരാധിക്കുന്നത് പിശാചിനെയാണെന്ന് 1 കൊരിന്ത്യസ് 10:19-21 വചനം. അതെന്തുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്? മതമൈത്രി എന്ന് അവർക്ക് അവരുടെ സഹായം വേണം, കാശും വേണം, അവരെയും പ്ലീസ് ചെയ്യണം, വോട്ട് വേണം ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ സഹായം വേണം. പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം ഈശോ തരാതെ സാധ്യമല്ല. ഇതുകൊണ്ടാണ് 2 കൊരിന്ത്യസ് 2:17 മായം ചേർക്കാത്ത വചനമായിരിക്കണം, നാം യോഗ്യരുമായിരിക്കണം. യോഗ്യരാണെങ്കിൽ വിശ്വസ്ത വേണം, വിശ്വസ്തനായിരിക്കണം ഈശോയുടെ. 1 കൊരിന്ത്യസ് 4:2 കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തരൂ. അപ്പൊ നിങ്ങൾ നമ്മൾ വിശ്വസ്തരാകണം. 1 കൊരിന്ത്യസ് 1:9 നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ഈശോ വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13. അപ്പൊ അതുകൊണ്ടാണ് അവരുമായിട്ട് ഒന്നും നടത്തിക്കൂടുന്ന 2 കൊരിന്തോസ് 6:14-18 വചനത്തിൽ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ എന്ത് കൂട്ടുകെട്ട്, യേശുവും ബലിയാലും തമ്മിൽ എന്ത് ബന്ധം, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമ 11:4 പറഞ്ഞത് 7000 പേര് മാത്രമേ ബാലിന് കീഴടങ്ങാത്തവരുടെ ലോകത്തില് വിശുദ്ധരെന്നല്ല. അവരൊരിക്കലും കിടങ്ങിയാലെന്ന് ആർക്കും കിടങ്ങിയാല ഒരു അന്ധകാര ശക്തികൾക്ക്. അവര് ഇതുങ്ങളുടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഈ ദേവികളോ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ആത്മാവിൽ കോപം ഉണ്ടാവും. അപ്പോസ്തലപ്രവർത്തനം 17:16-21 വരെ അവർ ബന്ധിക്കും. എന്താണെങ്കിലും ഒരിക്കലും കിടങ്ങിയല്ല. അവരാരും മതമൈത്രിക്ക് പോയിരിക്കുകയല്ല. അപ്പോൾ സാധ്യമല്ല. എങ്ങനെ സാധിക്കും? ഈ കൃപ വന്നാൽ ഒരിക്കലും, അല്ലെങ്കിൽ അതിൽ നല്ല മരണമാണെന്ന് ആഗ്രഹിക്കും. തീർച്ചയായും ഈ കൃപ വരണം, കൃപയിൽ വരണം, അല്ലാതെ പ്രവൃത്തിയിലല്ല. റോമ 11:6 അല്ലെങ്കിൽ പ്രവൃത്തിയായി പോകും. പ്രവൃത്തിക്കാരെ അവിടെ അത് കെട്ടൊക്കെ കൊടുക്കാം, മറ്റതിന് പാവത്തിനൊക്കെ അത് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാം. അതിലോട്ട് പറയും. യോഹന്നാൻ 12:1-8 വരെ വേണം. യൂദാസ് ചെയ്ത എന്താണ് അറിയാമോ? മറിയം 300 ധനാറാക്ക് നർദീൻ തൈലം, ആ സുഗന്ധ തൈലം മേടിച്ച് ഈശോന്റെ കാല് കഴിയും മുടി കൊണ്ട് തുടച്ചപ്പോൾ ആർക്കാണ് ഏറ്റവും വിഷമം ഉണ്ടായത്? യഥാർത്ഥ വിഷമമായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? കള്ളനായിരുന്നോണ്ട് പണസഞ്ചി. ആ വചനം ഒന്ന് വായിച്ചു കേട്ടെ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം വേണ്ടാത്തവർക്ക് വേണ്ടാത്ത പണിക്ക് പോകും. ആരെങ്കിലും പറയും എവിടെയെങ്കിലും നമുക്ക് കുറച്ച് രൂപ ഉണ്ടാക്കണം, കളക്ഷൻ ഉണ്ടാക്കണം, ടിക്കറ്റ് എടുക്കണം, യുവർ സെക്രട്ടറി, അയാൾ മെമ്പർ എല്ലാം കൂടുക, നമുക്ക് ഉടനെ പാവത്തിനൊക്കെ വീട് വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാം ഇറങ്ങും. അതായത് കള്ളുഷാപ്പ് പൊളിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് എല്ലാം ഇറങ്ങും. കാരണം അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കാം. കണ്ടോ? എന്നിട്ട് ഉടനെ വചനം കോട്ട് ചെയ്യും. യാക്കോബ് 2:14-26 വരെ വനം എടുത്തു വന്നിട്ടും പറയും പ്രവൃത്തിയില്ലാതെ വിശ്വാസം നിർജീവമാണെന്ന്. അപ്പൊ നിങ്ങൾ ഏത് സത്യമാണെന്ന് കേൾക്കുന്നു. കണ്ടോ? അവന്റെ യുക്തമനുസരിച്ച് അത് യാക്കോബ് പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഉറപ്പിക്കാനാണ്, അല്ലാതെ തകർക്കാൻ. വിശ്വാസം വീണ്ടും ഉറപ്പിക്കാനാണ്, അരക്കെട്ട് ഉറപ്പിക്കാനാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യമാണ്. യാക്കോബിന്റെയും എബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും
പത്രോസിന്റെയും പൗലോസിന്റെയും വിശ്വാസം പോലെ, പാറമേൽ പണിത ഭവനം പോലെ. മത്തായി 7:24-25 വാക്യം. ഒരിക്കലും വീഴില്ല. ആര് വന്ന് അടിച്ചാലും. വീഴുമോ? നിങ്ങൾ ആരെങ്കിലും വീണു പോവുമോ? ഒരിക്കലുമില്ല. റോമ 8:31-39 വനത്തില് വാളിനോ, പിന്നെ പീഡനത്തിനോ, ഈ ലോകത്തിലുള്ളവയ്ക്ക് വരാനിരിക്കുന്നവയ്ക്കോ, ആയുധത്തിനോ, പിന്നെ ഇപ്പോഴുള്ളവയ്ക്കോ, ശക്തികൾക്കോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. ദൈവസ്നേഹം പരമ്യമാണ്. പെറ്റമ്മയെക്കാളും കൂടി സ്നേഹിക്കുന്നുണ്ടോ? അതൊക്കെ പറഞ്ഞിട്ട് സ്നേഹം സാധ്യമല്ല. യെശയ്യാ 49:15-16. അതിലും അപ്പുറമാണ് ദൈവസ്നേഹം. ആർക്കെങ്കിലും വർദ്ധിക്കാൻ പറ്റുമോ? ഒന്ന് കരഞ്ഞു കാണിക്കാമോ? ഭാര്യയും ഭർത്താവുകളുടെ സ്നേഹം പറയാൻ പറ്റുമോ? അതിലെത്രയോ അധികമാണ് ദൈവസ്നേഹം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. ജ്ഞാനം പറയാൻ സാധിക്കും എന്താണെന്ന്. ജ്ഞാനം 7:22-30 വേണം. വായിച്ചിട്ട് ഒന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. രാത്രി വെറുതെ ഇരിക്കേണ്ട. രാത്രി നിന്ന് വെറുതെ, അതാണ് ഇത് 1, 2, 3 നേരം പ്രാർത്ഥിക്കണമെന്നൊക്കെ. വല്ല ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഞാൻ വിളിക്കാൻ. രാത്രി ഫോണിരിക്കുകയാണ് ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ചിലരെ എന്നെ വിളിച്ചു ചോദിക്കും, ബ്രദർ വിളിച്ചോ എന്ന്. ഈയിടെ വേറെ ആരാണ്ടൊക്കെ കള്ള ഫോൺ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പിശാചിൽ അടിച്ചു നോക്കി. ഇവര് ഉണർന്നിട്ടൊക്കെ പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട്, ബ്രദർ ഇന്നൊരു രാത്രി 2 മണിക്ക് എന്നെ വിളിച്ചോ? അറിയാം. ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ആത്മീയ ശക്തി കിട്ടുന്നത്. ഈ ആത്മാവിന് ഇതാണ് ആത്മീയ രഹസ്യം.